തന്നെയാണ് സലിംകുമാറിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതിൽ ഈ സൈബർ ആക്രമണങ്ങളെയൊക്കെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ എന്ത് എന്നുള്ള അദ്ദേഹത്തിന് ആ മാസ് ഡയലോഗാണ്. അപ്പം ഈ സ്വർണ്ണക്കൊള്ളയനെയൊക്കെ ഏത് വിധത്തിലാണ് അദ്ദേഹം വിമർശിച്ചത്. മെസ്സി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് സ്വർണം അടിച്ചു മാറ്റിയാലോ എന്ന് ഭയന്നുകൊണ്ടാണ് എന്ന തരത്തിലുള്ളൊക്കെ അത് സലിംകുമാറിനല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ ഹാസ്യരൂപേണയാണ് അദ്ദേഹം വിമർശനങ്ങളെ വിമർശിക്കുന്നതും ഒപ്പം അതേസമയം പ്രേക്ഷകർക്ക് ചിരി വരുന്ന രീതിയിലുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും. അങ്ങനെ സലിംകുമാർ എന്ന ആ മഹാനടന അതുല്യനായ നടൻ വിടവാങ്ങുമ്പോൾ മലയാളികൾക്കെല്ലാം ഒരു വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ എപ്പോഴും ഓർത്തിരിക്കുന്നതും. ഈ അദ്ദേഹത്തിന് ഒപ്പം അഭിനയിച്ചവർ, അദ്ദേഹത്തിന് ഒപ്പം താങ്ങായി തണലായി നിന്നവരെല്ലാം തന്നെ ഈ അവസാന യാത്രയിൽ അദ്ദേഹത്തിന്റെ ഈ അവസാന യാത്രയിൽ ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. മക്കൾ ചന്തു ആരോമലും ഒപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തെ ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഈ അവസാന നാളുകളിലുമൊക്കെ ഇവരെല്ലാവരും ഒപ്പം തന്നെയുണ്ടായിരുന്നു. ഈ മരിക്കാൻ സമയമായിട്ടാണോ അല്ലെങ്കിൽ മരിക്കാനുള്ള ഒരു പ്രായമാണോ സലിംകുമാറിനായതെന്ന് ചോദിച്ചാൽ നമുക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് ഹൃദയാഘാതം വന്നതാണ് അദ്ദേഹത്തിന് പെട്ടെന്നുള്ളൊരു വിയോഗത്തിന് കാരണമായത്. ഇതിനു മുൻപും വളരെ ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. അന്ന് ലിവർ സിറോസിസ് ആയിരുന്നു അദ്ദേഹത്തിന്. അതിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി പിന്നീടുള്ള തുടർ ചികിത്സയ്ക്ക് ശേഷം പൊതുവേദിയിൽ അദ്ദേഹം എത്തുമ്പോൾ വളരെ അവശനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ പോലും സജീവമാകാൻ എപ്പോഴും ശ്രമിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് സലിംകുമാർ. അങ്ങനെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സിനിമയിലേക്കൊന്നും സജീവമായില്ലെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എപ്പോഴും മുൻപന്തിയിലുണ്ടാകും, തിരഞ്ഞെടുപ്പ് വേദികളിലുണ്ടാകും. തന്റെ നിലപാട് പറയാൻ, വിമർശിക്കാൻ, പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്നത് എന്താണോ അതെല്ലാം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സലിംകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംബന്ധിച്ച് വളരെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. തന്റെ സഹോദരനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പരാമർശം. ഒപ്പം മറ്റ് സിനിമാ താരങ്ങളായിക്കോട്ടെ അവരെല്ലാവരും വളരെ വേദനയോടുകൂടി തന്നെയാണ് സലിംകുമാറിന്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്. അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്തരത്തിൽ ഈ ഒരു വിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇതിനു മുൻപ് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, അതുപോലെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ രാത്രി അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. രാത്രി 10:45 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ആ അവസാന സമയത്ത് ഭാര്യയും മക്കളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയായിരുന്നു. പനി ബാധിച്ചു, പിന്നീട് അത് ന്യൂമോണിയയാണ് അദ്ദേഹത്തെ ഇന്നലെ പുലർച്ചെ 5 മണിക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പിന്നീട് സലിംകുമാർ എന്ന നടനെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ആ വാർത്ത, ഇന്ന് രാവിലെ മുഖ്യ മലയാളികൾ സലിംകുമാർ വിട നൽകി എന്ന വാർത്ത വളരെ വേദനയോടെ ആണ് കേട്ടത്. പിന്നീട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പറവൂർ ടൗൺ ഹാളിലേക്കുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്കാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പറവൂർക്കാരുടെ സ്വന്തം സലീമേട്ടനെ ഇനി കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞു എന്ന വേദനയോടുകൂടിയുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സ്വന്തം ജന്മനാട് നൽകുന്നത്. അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം ഈ പറവൂർ തന്നെയായിരുന്നു. ചിറ്റേത്തുകരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനിച്ചതെങ്കിൽ പോലും പിന്നീട് പറവൂരിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. അവിടെയാണ് വിദ്യാഭ്യാസം എല്ലാം പറവൂർ സ്കൂളിൽ തന്നെയായിരുന്നു ആരംഭിച്ചത്. ഇവിടെ നിന്നാണ് മിമിക്രി കലാകാരനായി അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്നും മറ്റ് സിനിമയിലേക്ക് എത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ആരും തന്നെ ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് പ്രയത്നിച്ചു തന്നെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. സിനിമയിൽ നിന്നും പിന്നീട് അദ്ദേഹം തുടക്കത്തിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ടൊക്കെ അദ്ദേഹം എത്തി. പിന്നീട് സിനിമ അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങ് ആരംഭിക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മന്ത്രി പി.സി. വിഷ്ണുനാഥും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് തന്നെയാണ്. ഈ ടൗൺ ഹാളിൽ കണ്ട അതേ തിരക്ക് തന്നെയാണ് ഇവിടെയും. 3 മണിക്കാണ് സംസ്കാരം എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ഇനിയും വൈകുന്ന ഒരു സാഹചര്യമാണ്. കാരണം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി
എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സിനിമ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാസ്യതാരമായി മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സലിംകുമാറിന്റെ മറ്റൊരു മുഖം അല്ലെങ്കിൽ ആ നടനെ മറ്റൊരു രൂപത്തെ നമ്മൾ കണ്ടത് ലാൽജോ സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്ടിൽ എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന അച്ഛന്റെ വേദന അതേ തീവ്രതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരുന്നു. അത്